പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോ അവരുടെ ആളുകൾ എന്നെ കൊന്നു കളയാൻ തീരുമാനിച്ച് ഒരു കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. പുറകെ അന്വേഷിച്ചെത്തിയ അച്ഛൻ അവരോട് ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിൽ എന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ അച്ഛനെ അവര് വെട്ടി നുറുക്കി. അന്നത്തെ പെരുമഴയിൽ അച്ഛന്റെ ചോരയൊലിക്കുന്ന അതേ എടുത്തു കിടന്ന നിന്നെ ഞാൻ പ്രസവിക്കുന്ന. നീ പിറന്ന നിമിഷം നിനക്ക് അച്ഛൻ കരുതി വെച്ചിരുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലോക്കറ്റ് ഞാൻ നിന്റെ കഴുത്തിൽ അണിയിച്ചു. ഇത്രയൊക്കെ നടന്നിട്ടും അവളുടെ ക്രൂരത തീർന്നില്ല. ബോധം മറയുമ്പോ നിന്നെ അവളെ എടുത്തോണ്ട് പോകുന്നതും ഒരു പുഴയിൽ ഒഴുക്കി വിടുന്നതും ഞാൻ കണ്ടു. അമ്മയ്ക്കൊന്ന് അനങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒന്ന് എഴുന്നേൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വിട്ടുകൊടുക്കില്ലായിരുന്നു ഞാൻ നിന്നെ. തിരിച്ചു കിട്ടിയ ജീവനും കൊണ്ട് പിന്നെ അലച്ചിലായിരുന്നു. എല്ലാം ആ സ്ത്രീ തട്ടിയെടുത്തിട്ടും ഒന്നും ഞാൻ തിരിച്ചു ചോദിച്ചില്ല. എനിക്ക് നിന്നെ മതിയായിരുന്നു. എന്റെ സമ്പത്ത് നീയായിരുന്നു മോളെ. ആ സ്ത്രീ ആരാ? എന്റെ അച്ഛനെ കൊന്നവരിപ്പോ എവിടെയുണ്ട്? സംരക്ഷകയുടെ വേഷം കെട്ടി നിന്റെ മുമ്പിലും അവര് വരും. ഒരിക്കൽ അവരെ നിന്റെ ഈ അമ്മ കാണിച്ചു തരും. അമ്മയുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചിട്ട് നിനക്ക് അമ്മയോടൊപ്പം തന്നെ ജീവിച്ചൂടെ? എനിക്കെന്റെ യശോദമ്മയുണ്ട്. വേറൊന്നിനെ എന്നെ നിർബന്ധിക്കരുത്. മോളെ, മോളെ വേണ്ട, വെയിറ്റണ്ട. അവിടെ പോയോന്ന് നോക്ക്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. നോക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കഥകളൊക്കെ അവളുടെ നെഞ്ചിനുള്ളിൽ തറച്ചു കേറിയിട്ടുണ്ട്. ഇനി അവള് ചിന്തിച്ചോളും, എല്ലാം ഉൾക്കൊണ്ടോളും. ഞാൻ പ്രതീക്ഷിച്ചതിലും ഗംഭീരമായിരുന്നു മാഡത്തിന്റെ പെർഫോമൻസ്. ഓ, തൊണ്ടയൊക്കെ വേദന എടുത്തു തുടങ്ങി. കണ്ണിനും വല്ലാത്തൊരു വേദന. എങ്ങനെയാണാവോ ഈ പെണ്ണുങ്ങളൊക്കെ അന്തം വിട്ടിങ്ങനെ കരയുന്നത്? അല്പം ബുദ്ധിമുട്ടിയെങ്കിൽ എന്താ, കാര്യം സാധിച്ചില്ലേ? ഇനി അവൾ അമ്മയെന്ന് വിളിക്കുന്ന ഒരു ദിവസം, അത് കഴിഞ്ഞ അവളെ കൊണ്ട് ചെയ്യിക്കാനുള്ളത് ഞാൻ ചെയ്യിക്കും സോനിയ. എന്റെ കൃഷ്ണ, അവര് പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ട് എനിക്കവരെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റുന്നില്ല. പക്ഷെ
എന്റെ അമ്മയാണെങ്കിൽ എന്താ എനിക്ക് അങ്ങനെ തോന്നാത്തെ? എന്നെ തൊട്ടിട്ടും തലോടിയിട്ടും എനിക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത എന്താ? യശോദമ്മയെ പോലെയല്ല, ഫിദ മാഡത്തിനെ പോലെയല്ല, വേറെന്തോ പോലെ. എന്നെ പരീക്ഷിക്കല്ലേ കണ്ണ, എന്നെ നേർവഴിക്ക് തന്നെ നയിക്കണേ. എന്റെ അച്ഛനമ്മയെ വിട്ട് ഒരിക്കലും ഒരിടത്തേക്കും പോകേണ്ടി വരല്ലേ. അവരെന്റെ പ്രാണനാ, എന്നെ കാത്തു രക്ഷിച്ചവരാ. എനിക്ക് അവരെ മാത്രം മതി. എന്താ ശ്യാമേ, കുടിക്ക. ഇതെന്താ ശ്യാമേ, ഒരു ശ്രദ്ധയില്ലാതായോ ഇപ്പോ? ആര് പറഞ്ഞു ശ്രദ്ധയില്ലാന്ന്? ശ്രദ്ധ കൂടിപ്പോയതുണ്ട്. പിന്നെ അതേ ഏട്ടത്തെ, എനിക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ടല്ല, എന്റെ മോൾക്ക് ശ്രദ്ധ കൂടിപ്പോയതുകൊണ്ട്. ഏട്ടത്തി വേണമെങ്കിൽ വിളിച്ചു നോക്കിയേ, അപ്പൊ അവള് പറയും അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ന്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒന്നുമില്ലെങ്കിലും പഴയതുപോലെ എല്ലാ കാര്യത്തിലും സങ്കടപ്പെടുന്നില്ലല്ലോ. മോളെക്കുറിച്ച് നല്ലൊരു ഉത്തരം മനസ്സിൽ കൂട്ടിവെക്കുന്നുണ്ടല്ലോ. നല്ലതാ. ഏട്ടത്തി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഇപ്പൊ എന്റെ മോള് ആരെയാ അമ്മയെന്ന് വിളിക്കുന്നത്? അവളുടെ ഫിദ മാഡത്തിനെ അല്ലേ? തൽക്കാലം എനിക്ക് എന്റെ വേഷത്തിൽ നിന്ന് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും അവള് ഫിദയുടെ മോളാണെന്ന് പറഞ്ഞാലോ? എന്നിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെ പറയാൻ. അവളെ എനിക്ക് എങ്ങനെയാ നഷ്ടപ്പെട്ടെന്നും അവളുടെ അച്ഛൻ എങ്ങനെയാ ഇല്ലാതായതെന്നും. മാത്രമല്ല, അഖിൽ സാറിന്റെ ഫോട്ടോ അവള് കണ്ടിട്ടുണ്ടല്ലോ. ഇടയ്ക്ക് കാണുന്ന സ്വപ്നങ്ങളില് ഒരല്പം വട്ടുണ്ടോന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ല, ഏറ്റവും സിമ്പിളായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അവള് ഫിദയുടെ മകളാണെന്നൊരു കള്ളം പറയാം. ശ്യാമ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഫിദ അനുഭവിച്ചതാണെന്ന് പറയാം. എന്നിട്ട് അത് രാധിക വിശ്വസിച്ചാലേ അവൾ ആദ്യം എന്തായിരിക്കും ഫിദയോട് ചോദിക്കുക? ഏത് കുഞ്ഞായാലും അത് തന്നെയായിരിക്കും ചോദിക്കുക. എനിക്ക് എന്റെ അമ്മയുടെ മുഖം കാണണമെന്ന്. അപ്പൊ എന്ത് ചെയ്യും? അത് ശരിയാ. അതാ ഞാൻ പറഞ്ഞത്, ഈ പൊട്ടത്തരത്തിനൊക്കെ ഒരു പരിധിയുണ്ടെന്ന്. രാധിക മോളുടെ മുന്നില് ഇനി അവളുടെ അമ്മയാണെന്ന് ഒരൊറ്റൊരാൾക്കേ പറയാൻ പറ്റൂ. പ്രശസ്ത ഗായിക ശ്യാമയ്ക്ക്. അതെപ്പോഴാണോ സംഭവിക്കുക അപ്പൊ സംഭവിച്ചാ മതി. എല്ലാ നേരത്തും മോളെ തന്നെ ആലോചിച്ചിരിക്കുന്നോണ്ടാ ശ്യാമയുടെ മനസ്സ് നിറയുള്ള ചിരി എനിക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന. അവൾ എപ്പോഴും ഉള്ളിലുണ്ട്. ഞാൻ ശ്വാസം എടുക്കുന്ന ഓരോ നിമിഷവും. വരുൺ, ഒന്ന് എഴുന്നേറ്റ്. എന്തിനാ? എഴുന്നേക്ക്. എന്നിട്ട് പൊന്നുമോനി ഷർട്ട് മുണ്ടോന്നിട്ടെ കാണട്ടെ. എന്താ കാര്യം എന്ന് ചോദിച്ചാ അതിന് വ്യക്തമായിട്ടൊരു മറുപടി പറയണം. അതെ, ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോ എല്ലാ മറുപടികളും വ്യക്തമാണോന്ന് നിർബന്ധമൊന്നുമില്ല. ചിലത് അവ്യക്തമായിട്ടും പറയാം. ഞാൻ അമ്പലത്തിൽ പോവാം. വരുണിന്റെ പേരിൽ ഞാൻ ഒരു പൂജ നടന്നിട്ടുണ്ട്.
അത് നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് നടത്താം. വാ. താൻ ആരുടെ പേര് പൂജ നേടുന്നോ, ആരുടെ പേര് പൂജ നടത്തുന്നോ, ഇതൊന്നും എനിക്ക് വിഷയമല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തനിച്ചു പോയങ്ങ് ചെയ്താൽ മതി. എന്നെ കൂട്ടിക്കൊണ്ട് പോവാന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട. പിന്നെ ഞാൻ ആരെ കൂട്ടിയാ പോണ്ടേ? എടോ, തനിക്ക് ആരെ കൂട്ടി വേണമെങ്കിലും പോവാം. ആ, അല്ലെങ്കിലും തനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സെലക്ഷൻ ഒന്നുമില്ലല്ലോ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, കൂട്ടുമ്പോ പണക്കാരെ തന്നെ കൂട്ടിയാൽ മതി. പണത്തിനോടാണല്ലോ ആർത്തി. വരുൺ, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. മര്യാദയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ. നമുക്കേ ഇപ്പൊ തന്നെ ഇറങ്ങിയേ പറ്റും. പ്രിയങ്ക, ഇത് പരമ ബോറാണ് കേട്ടോ. ഓരോ ദിവസത്തിന്റെയും തുടക്കത്തില് നമ്മുടെ സ്ഥാനം എന്താണെന്ന് പരസ്പരം ഓർമ്മിപ്പിക്കേണ്ടി വരിക. അതിന്റെ പേരിൽ തന്നോട് ബഹളം വെക്കേണ്ടി വരിക. ഇനി താൻ അതിന് ശ്രമിച്ച ഈ വീട്ടിലുള്ള എല്ലാവരോടും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഓ, എന്നെ ചെന്ന് പറ. എനിക്കും പലതും പറയാനുണ്ടെന്ന് ഓർത്തോ. നിനക്ക് എന്താടി പറയാനുള്ളത്? കണിമംഗലത്തേക്ക് വന്നു കയറിയതിന്റെ വില ചോദിച്ചതോ? അത് കൃത്യമായിട്ട് എഴുതിയെടുത്തതോ? അതോ നീ ഇപ്പൊ നടത്തുന്ന ഭാര്യ നാടകോ? വരുണ്ടേ, ഒന്ന് പോന്നുണ്ടതിന് മുമ്പിൽ നിന്ന്. വരുൺ, ഇത് ഇടാനാ പറഞ്ഞേ. ഇടാനാ? ഒരക്ഷരം മിണ്ടാതെ എന്റെ മുമ്പിൽ ഇറങ്ങി പോനെ പറഞ്ഞേ. ഇറങ്ങി പോയി. എന്താ ബഹളം? ഒന്നുമില്ല അച്ഛ, അതൊന്നും അച്ഛൻ കാര്യമാക്കണ്ട. ഞാൻ കാര്യമാക്കണ്ടെങ്കിൽ പിന്നെ ആരാ ഇതൊക്കെ ചോദിക്കുന്നത്? വരുണേ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ. വരുണിന്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് ഞാൻ സെലക്ട് ചെയ്തതാ അമ്മേ. വരുണിന് താല്പര്യമില്ല. വരുണിന്റെ കണക്കിന് ഒരുപാട് കുറവുകളുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ? എന്താടാ ഇത്? പ്രിയങ്ക ക്ഷേത്രത്തിൽ പോകാൻ വിളിച്ചിട്ട് നീ എന്താ കൂടെ പോവാതിരുന്നത്? എങ്ങനെയാടാ ഇങ്ങനെ ഓരോ നിമിഷവും മാറുന്നേ? എന്താ നിന്റെ മനസ്സിൽ ശരിക്കും നടക്കുന്നേ? ചോദിച്ച് ഞങ്ങൾ മടുത്തല്ലോ. മോനെ, നിന്റെ പ്രവൃത്തികളെക്കുറിച്ച് അഭിമാനത്തോടെ ചിന്തിക്കുന്നവനാ ഞാൻ. പക്ഷെ ഇങ്ങനൊരു പ്രവൃത്തി, ഒരു പെണ്ണിനെ വേദനിപ്പിക്കുന്നത് നമ്മുടെ കാർന്നോമാരായിട്ട് പോലും പൊറുക്കില്ല. എനിക്കത് തീരെ പറ്റില്ല. പ്രിയങ്കയോട് നിനക്ക് എന്താ വിരോധം? എന്താ കാരണം? അതിന്റെ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അച്ഛ, കണിമംഗലത്തിന് നീ യോഗ്യല്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോന്ന് അച്ഛൻ പറഞ്ഞ ഒരു പരാതിയില്ലാതെ ഞാൻ പോയിക്കോളാം. ഈ അഭിനയം നീ ഒന്ന് നിർത്തുന്നുണ്ടോ? വരുൺ, അഹങ്കാരം കാണിക്കുന്നത് എന്റെ മുമ്പിൽ വെച്ച് വേണ്ട. എന്താ നിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയാതെ ഇനി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞാൻ പറയാം. പ്രിയങ്കയുടെ കാര്യത്തിൽ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. എന്താ പറയുന്നില്ലേ? എനിക്കൊന്നും പറയാനില്ല. ആ, ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. എല്ലാം നിമിഷ നേരത്തിനുള്ളെന്ന്. അച്ഛനെയും അമ്മയും കുടുംബക്കാരെയും ഒക്കെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട്
ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം. അച്ഛനും അമ്മയ്ക്കും മനസ്സിലായില്ലേ? ഇപ്പൊ ഈ മുണ്ടും ഷർട്ടും എടുത്ത് വലിച്ചെറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ഒന്നും പറയില്ലായിരുന്നു. കാരണം എല്ലാം സഹിക്കുന്ന കൂട്ടത്തില് ഇതും കൂടി അങ്ങ് സഹിച്ചാ മതിയായിരുന്നല്ലോ. പോട്ടെ മോളെ, അവന്റെ മനസ്സ് പതുക്കെ പതുക്കെ ശരിയായി വരുന്നുണ്ടെന്ന് നീ അമ്മയോട് പറഞ്ഞല്ലേ? അതെ അമ്മ. പക്ഷെ മോളെ, കണിമംഗലത്തേക്ക് ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവളെ ഈ വീട്ടിലെ അവകാശിയാക്കിക്കൊണ്ട് തന്നെയാണ്. നീ എല്ലാ അർത്ഥത്തിലും കണിമംഗലത്തിന്റെ അവകാശി തന്നെയാണ്. വരുണിന്റെ ഭാഗത്തുനിന്ന് എന്ത് വീഴ്ച വന്നാലും അച്ഛനും അമ്മയും നിനക്ക് നൽകുന്ന സ്ഥാനം മാറില്ല. എല്ലാം നമുക്ക് പരിഹരിക്കാം മോളെ. വാ. ശരി മോളെ. മാത്രം താൻ എന്നെ അകറ്റാൻ ശ്രമിക്കുന്നു, അത്രയ്ക്ക് ഞാൻ ഇവരുടെ മനസ്സിൽ പിടിച്ചു കയറും. നോക്കിക്കും. മുമ്പ് അരച്ചിട്ടിരുന്ന കുഴമ്പിനി നിർത്തിക്കൊള്ളൂ. ഇനി മുതൽ ഇതാണ് ഇടേണ്ടത്. കൂട്ട് ഞാൻ എഴുതിത്തരാം. ഓ തിരുമേനിക്ക് എന്താ തോന്നുന്നത്? ചികിത്സിച്ചിട്ട് ഭേദമുണ്ടോ? സൂര്യക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ആയുർവേദത്തിന് ഫലം കിട്ടാൻ ഒരു കാലാവധിയുണ്ട്. ചികിത്സ കുറച്ചുനാൾ തുടരേണ്ടി വരും. ഇപ്പോഴത്തെ സൂര്യയുടെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്താ സൂര്യ, അങ്ങനെ തോന്നുന്നില്ലേ? ഉണ്ട്. ചില നേരത്ത് കാലിലെ ഞരമ്പുകൾക്കൊക്കെ വല്ലാത്തൊരു പിടുത്തം. ഒന്ന് എഴുന്നേറ്റ് നിന്നാലൊന്നൊരു തോന്നൽ വരും. പക്ഷേ നല്ല ലക്ഷണമാ. വേറെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ തിരുമേനി? പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. പക്ഷെ ഏറ്റവും പ്രധാനം സൂര്യയുടെ മാനസികാവസ്ഥയാണ്. ഈ വീടിനകത്ത് കാഴ്ചകളും കണ്ട് അടച്ചുമൂടിയിരിക്കുന്നത് ഒരു ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അത് ഗുണമുള്ള കാര്യമല്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ദൂരെ വേറെ വീടുകളും ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അവിടെ എവിടേക്കെങ്കിലും മാറി നിൽക്കണോ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇല്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യേ. അദ്ദേഹത്തിന് കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്ക്. മനസ്സിനൊരു ഉല്ലാസം വരട്ടെ. കുഞ്ഞുനാൾ മുതലേ സൂര്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ബീച്ചാ അല്ലേ? കൽപ്പനെ, തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? ഇനിയുള്ള ദിവസങ്ങളില് നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലുമൊക്കെ പോ. ബിജുവിനെ കൂട്ടിക്കോ. അപ്പോ സഹായത്തിന് ആളുണ്ടാവുമല്ലോ. ആ തിരുമേനി ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. എന്നാ പിന്നെ പരമേശ്വരൻ സാർ വരുമ്പോ പറഞ്ഞേക്ക. ഞാൻ ഇറങ്ങുന്നു. അടുത്ത ആഴ്ച വരാം. ശരി. അപ്പൊ പറഞ്ഞ പോലെ. ചികിത്സയിൽ വീഴ്ചയൊന്നും വന്നില്ലല്ലോ അല്ലേ കുട്ടി? ഇല്ല, എല്ലാം നന്നായി തന്നെ നോക്കുന്നുണ്ട്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വൈദ്യനോളം തന്നെ പ്രാധാന്യമുണ്ട് പരിചാരകനും. നിഷ്ഠ തെറ്റിക്കാതെ എല്ലാം ചെയ്യുക. ശരി ശരി. ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ. തിരുമേനി പറഞ്ഞതുകൊണ്ട് ഇപ്പൊ തന്നെ പുറപ്പെട്ടു പോണോന്നൊന്നുമില്ല. എല്ലാവരുടെയും സൗകര്യങ്ങൾ നോക്കണ്ടേ? 1-2 ദിവസത്തേക്ക് എനിക്ക് എവിടെയും പോകാനുള്ള അവസ്ഥയില്ല. നിനക്കെന്താ ഇവിടെ തിരക്ക്? ഒരു തിരക്കുമില്ല. സൂര്യ ഈ വീടിന്റെ അകം കണ്ടോണ്ട് മാത്രം ഇരിക്കുന്നു എന്ന് പറയുമ്പോ വല്ലാത്ത വീർപ്പുമുട്ടല എല്ലാവർക്കും.
ഒരു കുറവുമില്ലാതെ ഞാനും അതേ അവസ്ഥയില. പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണ്ടേ? സൂര്യ, 2 ദിവസം കഴിയട്ടെ. എന്റെ ചികിത്സയുടെ കാര്യത്തിൽ 1% പോലും കൽപ്പനയ്ക്ക് പ്രതീക്ഷയില്ല. പിന്നെ അയാൾ ഇതിനൊക്കെ വേണ്ടി കഷ്ടപ്പെടും.